ഈ കാണുന്ന അണ്ഡകടാഹം മുഴുവനും ഏകമായ ഒരു ആത്മാവിൽ പ്രകാശിച്ചു നിൽക്കുന്നു. ആ സത്യമായ, നിത്യമായ, ആനന്ദമായ, അമൃതവുമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ, ആ ബോധസത്യത്തിൽ നാം ശരീരം എടുത്തുകൊണ്ട് മനസ്സിലും നിറഞ്ഞുകൊണ്ട് ഞാനെന്ന ഭാവനയെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ സാക്ഷാൽ ആത്മാവിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ആത്മാവിൽ ശരീരവും മനസ്സുമുണ്ടായി. ആ ശരീരം കേവലം ഗുണങ്ങളാൽ നിർമ്മിച്ചതാണ്. അത് ജഡവുമാണ്. എന്നാൽ മനസ്സോ ഈ ഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ചിന്തകൾ വരുന്ന തലമാണ് അന്ധക്കരണം. ആ അന്ധക്കരണത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. സ്വാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങളാൽ, ത്രിവാസനകളാൽ ഒരു ബാധാരൂപത്തിൽ പ്രാണവായു വഴി വരുന്ന കർമ്മവാസനയും സാഹചര്യത്തിൻ്റെ ഗുണമനുസരിച്ചിട്ടുള്ള ചിന്തകളും ആത്മാവിൽ നിന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിൽ ഉദ്ഭൂതമാകുമ്പോൾ അത് ഈ ജഡമായ ശരീരത്തിൽ ചിന്തകളെ സൃഷ്ടിക്കുമ്പോൾ ആ തലത്തിൽ ആത്മാവിൻ്റെ പ്രതിബിംബം ഇരിക്കുന്നു. ആ പ്രതിബിംബം വിചാരിക്കുന്നു ചിന്ത തൻ്റേതാണ്, അത് അനുസരിച്ചിട്ടുള്ള ശരീരം കൊണ്ടുള്ള കർമ്മവും തൻ്റേതാണെന്ന്. എന്നാൽ ഈ ജഡശരീരത്തിന് ചലിക്കണമെങ്കിൽ ആത്മാവ് വേണം. ഈ ജഡമനസ്സിലേക്ക് ചിന്തകൾ പ്രകാശിക്കുന്നതിനും വാസനകളെ എത്തിക്കുന്നതിനും പ്രാണവായു വഴി വാസനകളെ എത്തിക്കുന്നതിനും വേണം ആത്മാവ് വേണം. അപ്പോൾ ഈ ശരീരവും മനസ്സും കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു തലം, മറ്റൊരു ഭാവം എടുത്തു വരുന്നു. ആത്മാവിനെ അറിയാതെ ആത്മാവിൻ്റെ പ്രതിബിംബ സ്വരൂപം ശരീര മനസ്സുകളുടെ ചിന്തയും അതിനനുസരിച്ച് പ്രവൃത്തിയും വരുമ്പോൾ ആ പ്രവൃത്തി തൻ്റേതാണെന്ന് അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ജീവൻ തെറ്റിദ്ധരിക്കുന്നു. ശരീര മനസ്സോട് ഇഴുകിയിരിക്കുമ്പോൾ അതിലിരിക്കുന്ന പ്രതിബിംബ സ്വരൂപം ചിന്ത തൻ്റെയാണ്, ആ പ്രവൃത്തിയും തൻ്റേതാണെന്നുള്ള കർത്തൃത്വം, കർമ്മബന്ധം ഏറ്റെടുക്കുന്നത് വഴി പാപപുണ്യങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രതിബിംബത്തിന് സ്വയം ചലിക്കുവാനോ സ്വന്തം ശരീരമോ മനസ്സിനോ ചലിപ്പിക്കാനോ ഒന്നും കഴിയില്ല. അത് ശുദ്ധ ബോധസത്യത്തിൻ്റെ പ്രതിബിംബമായതുകൊണ്ട് അത് അറിവായി പ്രകാശിക്കുന്നു എന്ന് മാത്രം. സത്യമായ, നിത്യമായ, ആനന്ദമായ, ഒരു ഗുണങ്ങൾ പോലും ഏക്കാത്തതും ഒരു കർമ്മങ്ങളും ഇല്ലാത്തതുമായിരിക്കുന്ന ബോധസത്യത്തിൻ്റെ പ്രതിബിംബത്തിന് ആ ബോധസത്യത്തോട് മാത്രമാണ് ബന്ധം. അതിരിക്കുന്ന ജഡമായ ശരീരത്തോടോ ത്രിഗുണങ്ങളെ പ്രകാശിതമായ ജഡമായ മനസ്സിനോടോ അല്ല എന്നറിഞ്ഞ് തൻ്റെ സ്വരൂപം സകലരാലും വാഴ്ത്തി സ്തുതിക്കുന്ന, തനിക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും അന്നഭോജാദികളെയും എല്ലാം നൽകി സംരക്ഷിക്കുന്ന ഈ പ്രപഞ്ചനാഥനാണ് താനെന്ന അതിൻ്റെ പ്രതിബിംബം തന്നെയാണ് നാഥനെന്നറിയുമ്പോൾ, തൻ്റെ സ്വരൂപം ആത്മാവാണെന്നറിയുമ്പോൾ ഈ ജഡത്തെ വിട്ട് ആത്മാവിലേക്ക് പോകുന്നു. ആ പരമസത്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നാം ആ പരമേശ്വരനെ ധ്യാനിക്കുന്നു. തൻ്റെ സ്വരൂപം ആത്മാവാണ്, ശരീരമല്ല, മനസ്സല്ല. ഈ ശരീരത്തോടുള്ള ബന്ധമല്ല തനിക്ക് വേണ്ടത്, ആത്മാവിനോടാണ്. തനിക്കിവിടെ താനെന്നൊരു പ്രതിബിംബമാണെങ്കിൽ ഈ ശരീരം തൻ്റേതല്ല, മനസ്സല്ല തൻ്റേതല്ല എന്നറിയുന്ന മാത്രയിൽ ആ പ്രതിബിംബം ഇരിക്കുവാനുള്ള സ്പേസ് നഷ്ടപ്പെട്ട് താൻ യഥാർത്ഥ സത്യത്തിലിരിക്കുന്നു. അതെ, തൻ്റെ ഈ കണ്ണുകൾ ആത്മാവിൽ പ്രകാശിക്കുന്നു, കാതുകൾ ആത്മാവിൽ പ്രകാശിക്കുന്നു, നാവ്, ഇന്ദ്രിയങ്ങൾ, സകല അവയവങ്ങളും, പ്രാണവായു, അപാനൻ എന്ന് പറഞ്ഞ് സകല വായുക്കളും ആ പരമാത്മാവിൽ പ്രകാശിച്ചു. എഴുന്നേറ്റിരിക്കുന്നതും തന്നെ നടത്തുന്നതും തനിക്ക് ഓരോരോ തന്നുകൊണ്ടിരിക്കുന്നതും ആ ആത്മാവിലൂടെ സംഭവിക്കുന്നു. പല പല ശരീരങ്ങളിലൂടെ പലതും തരുന്നു. പല ശരീരങ്ങളെ കണ്ടുമ്പോൾ പലതായി തെറ്റിദ്ധരിക്കുന്നു. അതെല്ലാം ആത്മാവ് തന്നെയാണ്. ഓരോ ഉപാധി വച്ച് തനിക്ക് ബോധത്തെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമേശ്വരനാണ് തൻ്റെ സ്വരൂപം. ആ പരമാത്മാവാണ് ഈ കാണുന്നത് മുഴുവനും. ആ പരമാത്മാവും ഞാനും രണ്ടല്ല, ഒന്നാണ്. ഞാൻ ഈശ്വരനാണ് എന്ന ബോധത്തോടെ, ആ ഈശ്വരൻ തന്ന അറിവോടെ, ആ ഈശ്വരനായിട്ട് ഞാനിതായിരിക്കുന്നു. ഈശ്വരനായി കാണുന്നതൊക്കെ ഈശ്വര സ്വരൂപമായി, കേൾക്കുന്നതൊക്കെ ഈശ്വര ശബ്ദമായി, എല്ലാം ഈശ്വരനായി സൃഷ്ടിക്ക് മുമ്പും ഇപ്പോഴും
ഇനി സൃഷ്ടിക്ക് ശേഷവും ഈ പരമേശ്വരൻ മാത്രമേ ഉള്ളൂ. അതിൽ പല പല ശരീരങ്ങളെടുത്തുകൊണ്ട് തോന്നൽ മാത്രമാണ് ജീവനെന്നും ജീവൻ്റെ സ്വരൂപം ആത്മാവാണ്, ഞാൻ ഈശ്വരനാണെന്ന അറിവ് എന്നെ ആനന്ദിപ്പിക്കുന്നു. ആ മഹാ അറിവിൽ ഞാൻ ആത്മാവായി ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെയും ഈ മനസ്സിലെ ചിന്തകളെയും ആത്മാവായി സാക്ഷ്യരൂപേണ അത് കാണുന്നു. മനസ്സിൽ വരുന്ന ചിന്തകളെയും ശരീരം അതുകൊണ്ട് പ്രവൃത്തിയും നോക്കിക്കണ്ടുകൊണ്ട് ഇതിലൊന്നും തനിക്ക് ബന്ധമില്ല എന്ന് കരുതി എന്ന സത്യം സ്വീകരിച്ച് ആത്മാവിൽ ചേർന്ന് ആത്മാവായിട്ടിരിക്കുന്നു. ഓം ശാന്തി, ഓം ശാന്തി.